ഞാനും കേട്ടു ആ ചുടുവാർത്ത തട്ടിക്കൊണ്ട് പോയൊരു നമ്മുടെ നാട്ടിലെ കുട്ടിയെ ആരോ കൂട്ടിക്കൊണ്ട് പോയൊരു അത് കേട്ടവരെല്ലാം കുട്ടികളും പേടിയിലായി ഒളിച്ചിരിപ്പായി. അമ്മമാരോ കുട്ടികളും പുറത്തിടാതെ അകത്തിട്ടു. നാട്ടിലെ എല്ലാ കുട്ടികളും വീട്ടിനകത്ത് ഭയന്നിരിപ്പായി. ഒത്തുകളിക്കാൻ ഒത്തുചിരിക്കാൻ കൂട്ടി നടക്കാൻ ആളില്ല. അങ്ങനെ ഞാനോ കുട്ടികളില്ല കൂട്ടാളില്ലാതൊറ്റക്കായി. അന്നേരം ഞാൻ ഒറ്റക്കങ്ങനെ ചിന്തിച്ചിരുന്നു ചിലതൊക്കെ. ഇക്കഥയൊക്കെ ഞാനും കേട്ട, പക്ഷേ എനിക്കൊരു ഭയമില്ല. വല്ലവനെങ്ങാൻ എന്നെ തൊട്ടാൽ തൊട്ടവൻ തല്ലി മുറിക്കും ഞാൻ. ഞാനാരാമോൻ പേടിയില്ലാത്തവൻ, നെഞ്ചു വിരിച്ച് നടക്കും ഞാൻ. പിറ്റേന്നങ്ങനെ സ്കൂളിൽ പോയി. അവിടെയും ഒരു ഗതി ഇത് തന്നെ. അവിടെ എല്ലാവരുടെ വായിലും ഇതിനെപ്പറ്റി തന്നൊരു വാർത്ത. അങ്ങനെ ടീച്ചർ ക്ലാസ്സിൽ വന്ന് കുട്ടികളോട് പറഞ്ഞിടലായി, നിങ്ങളെ ആരോ മാടി വിളിച്ചാൽ പോകരുതേ. ആരാണ്ടെങ്ങാൻ മാടി വിളിച്ചാൽ ഓടിപ്പോണം എതിരെ വഴി. അങ്ങനെ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്കങ്ങ് നടക്കുമ്പോൾ ഞാനെഴുന്നേറ്റ് ക്ലാസ്സിന് ചുറ്റും നെഞ്ചു വിരിച്ച് നടപ്പായി. എനിക്ക് ആരെയും പേടിയില്ല. എന്നെ തൊട്ടാൽ വിവരമറിയും. എന്നെ തൊട്ടാൽ വിവരമറിയും. അങ്ങനെ ഞാനോ ഫുൾ ഷോ ഓഫിൽ കുട്ടികളെ മുന്നിൽ നടപ്പായി. പിന്നീടങ്ങനെ സ്കൂള് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കുട്ടികളെല്ലാം പേടിച്ചരണ്ട് പമ്മി നടക്കുമ്പോൾ അവരുടെ മുന്നിൽ ധീരനായി ഞാൻ നിന്നു. അപ്പവയിലിറങ്ങിയവൻ ചീറിപ്പാഞ്ഞു വരുന്നത് കണ്ട് ഞാനൊരു ഓട്ടം അയ്യോ, എന്നെ തട്ടിക്കൊണ്ടാ വരുന്നേ അസ്ലാലു.